സങ്കീർത്തനങ്ങൾ അധ്യായം 90. 4-ാം പുസ്തകം. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. കർത്താവേ, നീ തലമുറ തലമുറയായിട്ട് ഞങ്ങളുടെ വാസസ്ഥലമായിരുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിന് മുമ്പേയും ഭൂമി സ്വരൂപമാകുന്നതിനു മുമ്പേയും ഭൂലോകം നിർമ്മിതമാകുന്നതിനു മുമ്പേയും ആദ്യം മുതൽ എന്നേക്കോളവും നീ ദൈവമാകുന്നു. എന്നാൽ നീ മനുഷ്യനെ അഗാധത്തിലേക്ക് തിരിയുമാറാക്കി. മനുഷ്യരെ, നിങ്ങൾ തിരിച്ചു വരുവിൻ എന്നും കൽപ്പിച്ചു. എന്തെന്നാൽ 1000 സംവത്സരങ്ങൾ നിന്റെ കണ്ണുകളിൽ കഴിഞ്ഞുപോയ ഇന്നലത്തെ ദിവസം പോലെയും ഒരു രാത്രി യാമം പോലെയും ഇരിക്കുന്നു. അവരുടെ വംശവൃത്താന്തം ഉറക്കം പോലെ ആയിരിക്കും. പ്രഭാതത്തിൽ പുഷ്പം പോലെ അത് വ്യത്യാസപ്പെടും. എന്തെന്നാൽ അത് ആദികാലത്തെ പുഷ്പിച്ച് വികസിക്കുന്നു, സന്ധ്യയ്ക്ക് വാടി ഉണങ്ങുകയും ചെയ്യുന്നു. ഞങ്ങളോ നിന്റെ കോപം കൊണ്ട് നശിച്ചു പോയി, നിന്റെ ക്രോധം നിമിത്തം ഭ്രമിക്കുകയും ചെയ്തു. നീ ഞങ്ങളുടെ പാപങ്ങൾ തിരുമുമ്പാകെ വച്ചിരിക്കുന്നു. തിരുമുഖപ്രസാദത്താൽ ശക്തീകരിക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ ദിവസങ്ങളെല്ലാം ക്രോധത്തിൽ തീർന്നു. ഞങ്ങളുടെ ആണ്ടുകൾ 8 വല പോലെ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദിവസങ്ങൾ 70 സംവത്സരങ്ങളും പ്രയാസത്തോടെ 80 സംവത്സരങ്ങളുമാകുന്നു. അവയിൽ അധിക ഭാഗവും അധ്വാനങ്ങളും വേദനകളുമാകുന്നു. എന്തെന്നാൽ ഞങ്ങൾക്ക് അധംപതനം വന്നു, ഞങ്ങൾ വിഷമത്തിലായി തീർന്നു. നിന്റെ കോപത്തിൻ ഉഗ്രതയെയും നിന്റെ ക്രോധത്തിൻ ഭയങ്കരതയെയും അറിയാവുന്നവൻ ആർ? ഹൃദയത്തെ ജ്ഞാനത്തിൽ അഭ്യസിപ്പിക്കേണ്ടതിന് ഞങ്ങളുടെ ദിവസങ്ങളുടെ എണ്ണം ഞങ്ങളോട് അറിയിക്കണമേ. കർത്താവേ, തിരിച്ചു വരണമേ. എത്രത്തോളം നിന്റെ ദാസന്മാരെ ആശ്വസിപ്പിക്കാതിരിക്കും? പ്രഭാത സമയത്ത് തന്നെ നിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ തൃപ്തരാക്കണമേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഞങ്ങൾ സ്തുതി പാടി സന്തോഷിക്കും. ഞങ്ങളുടെ അന്യായവും ഞങ്ങൾ അരിഷ്ടത കണ്ടിട്ടുള്ള സംവത്സരങ്ങളും അവസാനിച്ചിരിക്കൊണ്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. അടിയങ്ങൾക്ക് നിന്റെ പ്രവൃത്തികളും മക്കൾക്ക് നിന്റെ പ്രാബല്യവും പ്രത്യക്ഷപ്പെടണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പ്രസാദം ഞങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. തൻ്റെ കൈവേലയെ ഞങ്ങളുടെ മേൽ താൻ സ്ഥിരപ്പെടുത്തി തൻ്റെ കൈപ്പണിയാൽ ഞങ്ങളെ ഉറപ്പിക്കുകയും ചെയ്തു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ഭാർഗമോർ.